പാകിസ്ഥാനിൽ വിഘടനവാദികൾ ഒരു തീവണ്ടി തട്ടിയെടുത്തിരിക്കുന്നു. കഴിഞ്ഞ തവണ നമ്മൾ പാകിസ്ഥാനിൽ ഇങ്ങനെ പുതിയൊരു രാജ്യം വേണം എന്ന ആവശ്യം ശക്തി പ്രാപിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. പലരും അത് കൗതുകത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. അങ്ങനെ പുതിയൊരു രാജ്യം വേണമെന്ന ആവശ്യം പാകിസ്ഥാനിൽ ശക്തമാകുമോ എന്ന് ചിലരെങ്കിലും സംശയം പ്രകടിപ്പിച്ചു. പക്ഷേ അതിൻ്റെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പാകിസ്ഥാനിൽ സംഘർഷം രൂക്ഷമാക്കുന്നു. ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ അവിടെ പ്രത്യേക രാജ്യം വേണമെന്ന ആവശ്യം ഉയർത്തുകയാണ് വിഘടനവാദികൾ. പേഷ്വാറിലേക്ക് പോവുകയായിരുന്ന ഒരു ട്രെയിനാണ് ഇപ്പോൾ അവർ തട്ടിയെടുത്തിരിക്കുന്നത്. ബലോച്ച് ലിബറേഷൻ ആർമിയാണ് ഈ തീവണ്ടി തട്ടിയെടുത്തിരിക്കുന്നത്. അവരൊരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. വളരെ ശ്രദ്ധാപൂർവം നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഈ തട്ടിയെടുക്കൽ എന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ബലോച്ച് ലിബറേഷൻ ആർമി പറയുന്നത്. അവർ പറയുന്നത് ഇത് മുഷ്കാഫ്, അതുപോലെ ദാദർ, ബോലൻ എന്നിവിടങ്ങളിലുള്ള അവരുടെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് എന്നാണ്. ജാഫർ എക്സ്പ്രസ്സാണ് തട്ടിയെടുത്തിരിക്കുന്നത് എന്നവർ പറയുന്നു. ആദ്യം ഒരു സ്ഫോടനം നടത്തി, പിന്നീടാണ് ആ തീവണ്ടി തട്ടിയെടുത്തത്. അതിൽ നിന്ന് സ്ത്രീകളും കുട്ടികളുമായവരെ മോചിപ്പിച്ചു, ബാക്കിയുള്ളവരെ തങ്ങൾ ബന്ദികളാക്കിയിരിക്കുന്നു എന്ന് BLA പറയുന്നു. ഈ ബന്ദികളെ മോചിപ്പിക്കാൻ ഏതെങ്കിലും തലത്തിലുള്ള സൈനിക ഇടപെടലുകൾ നടത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം രൂക്ഷമായിരിക്കും എന്നുകൂടി BLA ഓർമ്മിപ്പിക്കുകയാണ്. പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. BLA ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് അവരുടെ മജീദ് സ്ക്വാഡ്, അതുപോലെ സ്പെഷ്യൽ ടാക്റ്റിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡ്, അതുപോലെ ഫത്തേഹ് സ്ക്വാഡ്, ഈ 3 സ്ക്വാഡുകൾ സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷനാണ് ഈ തീവണ്ടി തട്ടിയെടുക്കൽ എന്ന് അവർ വ്യക്തമാക്കുന്നു. ഏതായാലും ഇത് പാകിസ്ഥാൻ സർക്കാരിന് ഒരു വലിയ തലവേദനയാവുകയാണ്. ദാദർ, ബൊളാൻ, മഷ്കാഫ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെയുള്ള വികാരം ശക്തമായി വരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ജാഫർ എക്സ്പ്രസ് അവിടെ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ട്രെയിനിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി സ്വാതന്ത്ര്യ സമര സേനാനികൾ ഏറ്റെടുത്തു എന്നൊക്കെയാണ് BLA ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ആദ്യം അവിടെ ഈ ട്രെയിനിൻ്റെ പാളമാണ് ഇവർ തകർത്തത്, പിന്നീടാണ് ട്രെയിൻ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ട്രെയിൻ ഓടിച്ചിരുന്ന പൈലറ്റിന് ഈ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. ക്വറ്റയിൽ നിന്ന് പേഷ്വാറിലേക്കായിരുന്നു ഈ തീവണ്ടി പോകുന്നത്. ജാഫർ എക്സ്പ്രസ് എന്നത് ഒരു സാധാരണ യാത്രാ തീവണ്ടിയാണ്. പെഹ്റോ കുൻറിക്കും അതുപോലെ ഗഡ്ലാറിനും നടുവിലായാണ് ഈ തീവണ്ടി അവർ പിടിച്ചെടുത്തിരിക്കുന്നത്. ബലൂചിസ്ഥാൻ സർക്കാരിൻ്റെ ഒരു വക്താവ് ഷാഹിദ് റിൻഡ് ഇത് സംബന്ധിച്ച് ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് 9 കോച്ചുകളാണ് തീവണ്ടിയിൽ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 500ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നുവെന്ന് റെയിൽവേ കൺട്രോളർ മുഹമ്മദ് കാഷിദും പറയുന്നു. അപ്പോൾ 8ാം നമ്പർ ടണൽ എന്നൊരു ടണൽ ആ പ്രദേശത്തുണ്ട്. അവിടെ വച്ചാണ് ഈ ആയുധധാരികളായ ആളുകൾ ട്രെയിൻ തടഞ്ഞത്, യാത്രക്കാരെയും ജീവനക്കാരെയും ഒക്കെ ബന്ദികളാക്കുകയും ചെയ്തു. ഏതായാലും പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ അതിനകത്തുള്ള യാത്രക്കാരെയും ബന്ദികളെയും ഒക്കെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ട്രെയിൻ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു തുരങ്കത്തിന് സമീപത്ത് വെച്ചാണ് ഈ തട്ടിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പെട്ടെന്ന് സൈന്യത്തെ എത്തിക്കുക എളുപ്പമല്ല. അതൊരു പർവ്വത പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഘടനവാദികൾക്ക് പെട്ടെന്ന് ഒളിത്താവളങ്ങൾ ഒരുക്കാനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നത് അത്ര എളുപ്പമല്ല. ഏതായാലും ആശുപത്രികൾക്കൊക്കെ ഒരു അടിയന്തര സാഹചര്യമാണ് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആംബുലൻസുകൾ റെഡിയാക്കിയിട്ടുണ്ട്. സുരക്ഷാ സേന സംഭവ സ്ഥലത്തേക്ക് എത്തി അവിടെയെല്ലാം വളഞ്ഞിട്ടുണ്ട്. പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശമായതിനാൽ ഈ രക്ഷാപ്രവർത്തനങ്ങളുടെ ബുദ്ധിമുട്ട് നേരത്തെ അവർ മനസ്സിലാക്കുന്നു. രക്ഷാപ്രവർത്തനം എന്നാൽ നടത്താൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നു. കൂടുതൽ ട്രെയിനുകൾ ആ പ്രദേശത്തേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകളെ ഏതെങ്കിലും തരത്തിൽ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ അവർക്കുള്ള ഭക്ഷണവും മറ്റു സാധനങ്ങളുമൊക്കെ നൽകാൻ കഴിയും. അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ എല്ലാ സ്ഥാപനങ്ങളും സജ്ജമായതായി അവിടെ ബലൂചിസ്ഥാനിലെ പ്രാദേശിക ഭരണകൂടം അവകാശപ്പെടുന്നു.
ക്വറ്റയിൽ സിവിൽ ആശുപത്രികളിൽ ഒക്കെ ആരോഗ്യവകുപ്പ് വളരെയധികം ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നാണ് ഡോക്ടർ വസീം ബേഗ് പറയുന്നത്. അതുപോലെ അവിടെയുള്ള എല്ലാ ഡോക്ടർമാർ, ഫാർമസിസ്റ്റുകൾ, സ്റ്റാഫ് നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ അങ്ങനെയുള്ളവരെല്ലാം പെട്ടെന്ന് ആശുപത്രികളിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ 6 സൈനികർ മരിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ കൂടുതൽ മരണമുണ്ടോ എന്ന ആശങ്കയുണ്ട്. ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. അവിടെ പാകിസ്ഥാനിൽ അവർ പറയുന്ന നിരപരാധികളായ യാത്രക്കാർക്ക് നേരെ വെടിയുതിർത്ത ഈ സംഘം ഒരു ഇളവും അർഹിക്കുന്നില്ല, അവരെ കർശനമായി കൈകാര്യം ചെയ്യും എന്ന് അവർ പറയുന്നു. സിന്ധ് പ്രവിശ്യയിലെ ആഭ്യന്തര കാര്യങ്ങൾ നോക്കുന്ന സിയാവൂർ ഹസനും ഇതിനെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ദേശവിരുദ്ധരും സാമൂഹ്യ വിരുദ്ധരുമായിട്ടാണ് BLAയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പദ്ധതിയെ ഹീനമായ പദ്ധതി എന്നാണ് അവർ പറയുന്നത്. ഏതായാലും പോലീസും നിയമനിർവഹണ സംവിധാനങ്ങളുമെല്ലാം ഒറ്റക്കെട്ടായി ഇതിനെ നേരിടും എന്ന് അവർ പറയുന്നു. പക്ഷേ ക്വറ്റയിലും പേഷ്വാറിനും ഇടയിൽ ഈ ട്രെയിൻ സർവീസുകൾ പെട്ടെന്ന് പുനഃസ്ഥാപിക്കാൻ കഴിയുമോ എന്ന സംശയം അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്പോൾ ഈ പ്രദേശത്ത് തീവ്രവാദാക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന സൂചന കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ നവംബറിൽ ക്വറ്റയിൽ ഒരു ചാവേർ ആക്രമണം നടന്നു. അതിൽ 26 പേർ കൊല്ലപ്പെട്ടു, 62 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ 2024 രേഖപ്പെടുത്തിയ ഭീകരാക്രമണങ്ങളിൽ 95% ഈ ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലായിരുന്നു. അവിടെ ഈ ബലൂച്ച് വിമത ഗ്രൂപ്പുകൾ, പ്രധാനമായും ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, അതുപോലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട്, ഇവരൊക്കെ ആക്രമണങ്ങൾ ശക്തമാക്കുകയാണ്. ഏതാണ്ട് അവരുടെ ആക്രമണങ്ങൾ 119% വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത്. ബലൂചിസ്ഥാനിൽ 171 സംഭവങ്ങൾ നടന്നു. പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാവുകയാണ്. ഈ BLAക്കൊക്കെ ഇന്ത്യയുടെ പിന്തുണയുണ്ട് എന്ന് അവർ പറയുന്നു. പക്ഷേ ഇന്ത്യ അത് നിരാകരിക്കുന്നു. അത്തരം സംഘങ്ങൾക്കൊന്നും തങ്ങൾ പിന്തുണ നൽകുന്നില്ല എന്ന് ഇന്ത്യ പറയുന്നു. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബലൂചിസ്ഥാൻ പോലുള്ള പ്രവിശ്യകളിൽ അവിടെ ആളുകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് അവരെ ഏറ്റവും അധികം ഈ ഇത്തരം കലാപങ്ങളിലേക്ക് ഇറങ്ങാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. കാരണം അവിടെ നിന്നുള്ള വിഭവങ്ങൾ കൊള്ളയടിച്ച് മറ്റിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടേക്ക് യാതൊരു തരത്തിലുള്ള വികസനവും എത്തുന്നില്ല. അവർക്കാവശ്യമായ ഭക്ഷണമോ ജോലിയോ തൊഴിൽ സാഹചര്യങ്ങളോ ഒന്നും ഒരുക്കാൻ സർക്കാർ വേണ്ടത്ര പ്രാധാന്യം കാണിക്കുന്നില്ല എന്നൊരു ആശങ്ക അവർ പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് മറ്റൊരു പ്രത്യേക രാജ്യമായി മാറണം എന്ന് അവർ അവകാശപ്പെടുന്നു. ഇന്ത്യയിൽ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ സ്വന്തം രാജ്യത്ത് അത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ അതിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്നത് ഇവിടെ എടുത്തു പറയാതെ നിർവാഹമില്ല.